നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതി അറസ്റ്റിൽ. പെരിഞ്ചേരി സ്വദേശി വലിയ വീട്ടിൽ അക്ഷയാണ് അറസ്റ്റിലായത്. ശക്തമായ കാറ്റിലും മഴയ്ക്കുമിടെ വല്ലച്ചിറ പകിരിപ്പാലത്ത് തെങ്ങ് കടപുഴകി വീണ് കോഴിക്കട തകർന്നു. വിൽപ്പനയ്ക്കായി കരുതിയിരുന്ന 10ഓളം കോഴികൾ ചത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതി അറസ്റ്റിൽ. പെരിഞ്ചേരി സ്വദേശി വലിയ വീട്ടിൽ അക്ഷയാണ് അറസ്റ്റിലായത്. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും ചേർപ്പ് പോലീസ് സ്റ്റേഷൻ റൌഡിയുമാണ് അറസ്റ്റിലായ അഖിൽ. പ്രതിക്കെതിരെ തൃശൂർ റേഞ്ച് ഡിഐജിയുടെ കാപ്പ നിയമ ഉത്തരവ് നിലനിന്നിരുന്നു. ഉത്തരവ് പ്രകാരം 1 വർഷത്തേക്ക് എല്ലാ ബുധനാഴ്ചകളിലും ചേർപ്പ് SHO മുൻപാകെ ഹാജരായി ഒപ്പ് രേഖപ്പെടുത്തണമെന്നതായിരുന്നു കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ്. എന്നാൽ ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയില്ലാതെ ഈ മാസം 1-ന് പ്രതി ഉത്തരവ് ലംഘിച്ചതാണ് അറസ്റ്റിന് കാരണമായത്. അക്ഷയ്, ചേർപ്പ്, നെടുപുഴ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 വധശ്രമം, വീട് കയറി ആക്രമണം നടത്തിയ 3 കേസുകൾ, 1 അടിപിടി ഉൾപ്പെടെ 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ചേർപ്പ് SHO KN മനോജ്, വനിതാ SI കൃഷ്ണപ്രസാദ്, ഗ്രേഡ് സീനിയർ CPOമാരായ സിൻഡി, അജിത് കുമാർ, CPO സുജിത്ത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ശക്തമായ കാറ്റിലും മഴയ്ക്കുമിടെ വല്ലച്ചിറ പകിരിപ്പാലത്ത് തെങ്ങ് കടപുഴകി വീണ് കോഴിക്കട തകർന്നു. വിൽപ്പനയ്ക്കായി കരുതിയിരുന്ന 10ഓളം കോഴികൾ ചത്തു. പകിരിപ്പാലം സെന്ററിൽ കോഴിപ്പറമ്പിൽ വീട്ടിൽ ഷിഞ്ചല വിനയനും കുടുംബവും നടത്തിയിരുന്ന KV ചിക്കൻ സെന്ററാണ് തകർന്നത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ശക്തമായ കാറ്റിലും മഴയ്ക്കുമിടെ വീട്ടുവളപ്പിലെ തെങ്ങ് കടപുഴകി ചിക്കൻ സെന്ററിന് മുകളിലേക്ക് വീണായിരുന്നു അപകടം. അപകടത്തിൽ 3 മുറികൾ ഉൾപ്പെടുന്ന ഓടുമേഞ്ഞ ചിക്കൻ സെന്ററിന്റെ മേൽക്കൂര തകർന്നു. അപകട വിവരം അറിഞ്ഞ വല്ലച്ചിറ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ നാശനഷ്ടം വിലയിരുത്താൻ സ്ഥലത്തെത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഒരുക്കിയത്. ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ബൃഹത്തായ പദ്ധതികൾ പോലും അവിടെ പരസ്പരം അവർ ചർച്ച ചെയ്യണം. അന്തിക്കാരൊക്കെ ബ്ലോക്കും പഞ്ചായത്തും ഒരുമിച്ച് ചേർന്ന പരിപാടി നിൽക്കാൻ പോലും അവിടെ സ്ഥലം ഉണ്ടായില്ല. സമൃദ്ധിയായിട്ടുള്ള ആഘോഷങ്ങളാണ്. കർഷകരെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അഭിമാനമാണ്. വിഷരഹിതമായ പച്ചക്കറി ഉത്പാദന രംഗം കേരളം വളരെ ജാഗ്രതയോടുകൂടി പോകാൻ ഈ ഞാറ്റുവേല ചന്തകൾ നമുക്ക് പ്രായോഗികമാണ്. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആലോചിക്കുകയായിരുന്നു. പ്രസിഡന്റ് അത് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കും. എല്ലാ വീടുകളിലും ജൈവ പച്ചക്കറി തോട്ടം കൊടുക്കാൻ ഒരു നിർദ്ദേശമുണ്ട്. സമ്പൂർണ്ണ ജൈവ പച്ചക്കറി സംരംഭകരാണ് എന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ തെളിയിക്കാൻ. കൃഷി വകുപ്പ് മന്ത്രി വളരെ കൃത്യമായി സഭയിൽ പറഞ്ഞു, കൃഷി സഖി എന്ന് പറഞ്ഞ പദ്ധതിക്ക് ആശയം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യണം. നമ്മുടെ നാട്ടിലെ പൊതു സാമൂഹ്യ രംഗത്ത് ആരോഗ്യപരമായിട്ടുള്ള തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് വേണ്ടത് ആവശ്യം വിഷമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കണം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ സമയം വരെ ഇവിടെ വിത്തുകൾ എത്തിയിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം പരിഹരിക്കണം. ഒരു ആവശ്യത്തെ കുറിച്ച് പറഞ്ഞ് നമുക്ക് കർഷകർക്ക് ആവശ്യമായ വിത്തുകൾ, അതേമാതിരി തൊഴിലുകൾ, അതേമാതിരി അവർക്ക് വേണ്ട എങ്ങനെയാണ് കർഷകർക്ക് കൃഷി നടത്തുന്ന നൂതന രീതികൾ, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ, അതേമാതിരി തന്നെ ജൈവ വളങ്ങളൊക്കെ നമുക്ക് നാറ്റുവേല ചന്തയിൽ വിതരണം ചെയ്യാനായിട്ട് സാധിക്കണം.
വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന ജോസ്, ബ്ലോക്ക് മെമ്പർമാരായ സിനി പ്രദീപ്, കെ ബി പ്രജിത്ത്, ചേർപ്പ് കൃഷി ഓഫീസർ എസ് ഹർഷിത എന്നിവർ സംസാരിച്ചു. ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ഡി മാലിനി പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ബെറിൻ പത്രോസ് നയിച്ച പരിശീലന പരിപാടിയും നടന്നു. നെടുപുഴയിൽ മല്ലിത്തറ കോൾപ്പാടത്ത് മിനി ബോട്ട് മറിഞ്ഞ് കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. തൃക്കൂർ സ്വദേശി ബിനോജ്, കരുവന്നൂർ സ്വദേശി സജിൽ എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് നെടുപുഴ മല്ലിത്തറ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങിയതിനെ തുടർന്ന് 2 പേർക്ക് ദാരുണാന്ത്യമുണ്ടായത്. വളർത്തു മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പോകുന്നതിനിടയിലാണ് 5-അംഗ സംഘം സഞ്ചരിച്ച മിനി ബോട്ട് അപകടത്തിൽപ്പെട്ടത്. മത്സ്യങ്ങൾ വളർത്തിയിരുന്ന കരാറുകാരൻ സുനിൽ, ജീവനക്കാരായ നിഷാദ്, ഗിരീഷ് എന്നിവരടക്കം 5 പേരാണ് മിനി ബോട്ടിലുണ്ടായിരുന്നത്. അപകടത്തിൽ മരിച്ച ബിനോജ്, സജിൽ എന്നിവർ കരാറുകാരൻ സുനിലിന്റെ സുഹൃത്തുക്കളായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് 5-അംഗ സംഘം മിനി ബോട്ടിൽ കോൾപ്പാടത്തിറങ്ങിയത്. രാത്രി 7 മണിയോടെ മേഖലയിൽ കനത്ത കാറ്റും മഴയും ഉണ്ടായിരുന്നു. കോൾപ്പാടത്തിന് അകലെയുള്ള മോട്ടോർ പുരയ്ക്ക് സമീപം മത്സ്യങ്ങൾക്ക് തീറ്റ നൽകി തിരിച്ചു വരുന്നതിനിടയിലായിരുന്നു അപകടം. എഞ്ചിൻ ഘടിപ്പിച്ചിരുന്നെങ്കിലും പ്രവർത്തിക്കാത്തതിനാൽ മിനി ബോട്ട് തുഴഞ്ഞാണ് വന്നിരുന്നത്. തിരികെ വരുന്നതിനിടെ പൊടുന്നനെ മിനി ബോട്ട് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ കരാറുകാരൻ സുനിലും 2 ജീവനക്കാരും നീന്തി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് സംഘം രാത്രി തന്നെ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും ബിനോജിനെയും സജിലിനെയും കണ്ടെത്താനായില്ല. 3 ആൾ താഴ്ചയുള്ളതും വലയൻ പുല്ലുകളാൽ നിറഞ്ഞതുമായിരുന്നു മിനി ബോട്ട് മുങ്ങിയ ഭാഗം. കാലാവസ്ഥ പ്രതികൂലമായതോടെ തെരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് ശനിയാഴ്ച രാവിലെ പുനരാരംഭിച്ച തെരച്ചിലിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മിനി ബോട്ട് മുങ്ങിയ ഭാഗത്തായിരുന്നു മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. കെ രാജൻ MLA സ്ഥലം സന്ദർശിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. കർഷകർ ഉൽപ്പാദിപ്പിച്ച തൈകൾ, വിത്തുകൾ എന്നിവ വിൽപ്പനയും ഞാറ്റുവേല ചന്തയിൽ ഉണ്ടായിരുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. കൃഷിയിടങ്ങൾ ലഹരിയാക്കുന്ന കൃഷിക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ വിൽപ്പന നടത്തുന്നതായിട്ട് കണ്ടു. വളരെ നമ്മുടെ നാടിന് ഗുണം നൽകുന്ന ഇത്തരം സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന വിഷപ്പച്ചക്കറികൾ നമ്മൾ കഴിക്കുകയാണ്. വിഷം ചാർന്ന് തിന്നുന്ന പച്ചക്കറികളാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ഒട്ടുമിക്ക നമ്മുടെ നാട്ടിൽ വളർത്തുന്ന നട്ടുപിടിപ്പിക്കുന്ന പച്ചക്കറി തൈകൾ എല്ലാവർക്കും പ്രചോദനമാകുന്ന രീതിയിൽ പുതിയ തലമുറയിൽ അത് ഉടലെടുക്കാൻ വേണ്ടി നമ്മൾ പ്രാപ്തരാകണം. നമുക്കറിയാം, ഇന്നത്തെ തലമുറയൊന്നും ഈ പച്ചക്കറി എന്നുള്ള സമ്പ്രദായത്തിലേക്ക്, പച്ചക്കറി നട്ടുപിടിപ്പിക്കുക, കൃഷിക്കാരാകുക എന്നുള്ള സമ്പ്രദായത്തിലേക്ക് പോകുന്നില്ല. എല്ലാവർക്കും മടിയാണ് ഇന്നത്തെ തലമുറയ്ക്ക്. അതായത് അവർക്ക് ഫോണ്, മറ്റുള്ള കാര്യങ്ങളാണ് വേണ്ടത്. പക്ഷെ നമ്മളാണ് ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള കൃഷിക്കാരാണ് പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടത്. വല്ലിച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ അധ്യക്ഷയായി. നല്ല പ്രാധാന്യം അറിയിക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആഴ്ച ചന്തകളും നല്ല രീതിയിൽ തന്നെ നടത്തി വരുന്നതാണ്. നമുക്ക് നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ടാകുന്ന പച്ചക്കറികളെല്ലാം തന്നെ ചന്തയെ കുറിച്ച് വിൽപ്പനകൾ നടത്തുന്നു. നല്ല രീതിയിൽ വിൽപ്പനകൾ നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതുപോലെ തന്നെ കൃഷിക്ക് പ്രാധാന്യം അറിയിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഈ വല്ലച്ചിറ പഞ്ചായത്തിനകത്ത് നല്ലൊരു കർഷക കൂട്ടായ്മ കൂടിയുണ്ട്. ആ കർഷകർ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നു. അതുപോലെ തന്നെ കൃഷി ഓഫീസ് ബന്ധപ്പെട്ട് കർഷകർക്ക് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നു. പഞ്ചായത്തും നല്ല രീതിയിൽ ഫണ്ടുകൾ വെച്ച് നമ്മുടെ കൃഷിക്കാരെ നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. വല്ലച്ചിറ കൃഷി ഓഫീസർ ഷിസ ഉല്ലാസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CK വിനോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രാജേഷ്, ശങ്കർ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV തിലകൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയ, സുജിത, സിജോ ഇടപ്പള്ളി, ബെന്നി തെക്കിനിയത്ത്, കൃഷി അസിസ്റ്റന്റ് വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. കർഷകർക്ക് പച്ചക്കറി കൃഷി, കീടരോഗ നിയന്ത്രണങ്ങൾ എന്ന വിഷയത്തിൽ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനീത V ക്ലാസ് എടുത്തു. കർഷകർക്ക് ചടങ്ങിൽ പച്ചക്കറി തൈകൾ, ജൈവ കീടനാശിനികൾ, വളം എന്നിവ വിതരണം ചെയ്തു. കൂടാതെ കർഷകർ ഉൽപ്പാദിപ്പിച്ച തൈകൾ, വിത്തുകൾ എന്നിവയുടെ വിൽപ്പനയും നടന്നു.
പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷത്തിന് ആവേശമേകി മാർഗംകളി അവതരണം. പരമ്പരാഗത ക്രിസ്ത്യൻ അനുഷ്ഠാന കലാരൂപമായ മാർഗംകളി അവതരണം കാണാൻ നിരവധി പേരാണ് എത്തിയത്. ദുഃഖ്രാന തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് ദേവാലയമുറ്റത്തായിരുന്നു മാർഗംകളി അവതരണം ഒരുക്കിയത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ് പുരാതന അനുഷ്ഠാന കലാരൂപമായ മാർഗംകളി. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ വിശുദ്ധ തോമാസ് ലീഹായുടെ കേരള സന്ദർശനവും മിഷൻ പ്രവർത്തനവും പ്രധാന ഇതിവൃത്തമായ അനുഷ്ഠാന കലാരൂപം. തെളിയിച്ച നിലവിളക്കിന് മുന്നിൽ ചട്ടയും മുണ്ടും മറ്റ് പരമ്പരാഗത ആഭരണങ്ങളും അണിഞ്ഞ 50ഓളം നർത്തകിമാർ. ഇവർ താളത്തിൽ ചുവടുകൾ വെച്ച് മാർഗം കളിപ്പാട്ടുകൾ പാടി. പെരിഞ്ചേരി ഇടവകാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദുഃഖ്രാന തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായൊരുക്കിയ മാർഗം കളി ആസ്വദിക്കാനെത്തിയത്. ജമ്മു കാശ്മീരിൽ നടന്ന നാഷണൽ വടംവലി ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ കേരള ടീമിൽ അമ്മാടത്തിന് അഭിമാനമായി 9ാം ക്ലാസ് വിദ്യാർത്ഥി KS അഭിനവ്. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് KS അഭിനവ്. 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിലായിരുന്നു ജമ്മു കാശ്മീരിൽ നടന്ന നാഷണൽ വടംവലി ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിന്റെ 2ാം സ്ഥാന നേട്ടത്തിന് അഭിനവിന്റെ മികച്ച പ്രകടനം വഴിയൊരുക്കി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ISO അംഗീകാര നിറവിൽ. ISO അംഗീകാരം ആഘോഷമാക്കി പഞ്ചായത്ത് കുടുംബശ്രീ CDS. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് ഉദ്ഘാടനം ചെയ്തു. ISO സർട്ടിഫിക്കറ്റിന്റെ പ്രകാശന കർമ്മവും അവർ നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ നിഷ സുരേഷ് അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ ബീന ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ, മെമ്പർ സെക്രട്ടറി KJ രാജേഷ്, വാർഡ് മെമ്പർമാരായ ശ്രീദേവി സന്തോഷ്, റൂബി ജോൺസൺ, സിമി പ്രദീപ്, സനൂപ്, അവണിശ്ശേരി കുടുംബശ്രീ CDS അക്കൌണ്ടന്റ് റെമി വോഗീസ്, CDS അംഗം രേഷ്മ സുധീഷ് എന്നിവർ സംസാരിച്ചു. ജമ്മു കാശ്മീരിൽ നടന്ന 39ാമത് നാഷണൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗം വടംവലി മത്സരത്തിൽ സ്വർണം നേടിയ കേരള ടീമംഗം മിഥുൻ കൃഷ്ണയ്ക്ക് അനുമോദനം. കോൺഗ്രസ് താന്യം മണ്ഡലം 18ാം വാർഡ് കമ്മിറ്റികൾ ചേർന്നാണ് അനുമോദനം നൽകിയത്. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ഇക്കഴിഞ്ഞ ജൂൺ 26 മുതൽ 29 വരെയാണ് 39ാമത് നാഷണൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗം വടംവലി മത്സരം നടന്നത്. മത്സരത്തിൽ സ്വർണം നേടിയ കേരള ടീമംഗമായിരുന്നു പെരിങ്ങോട്ടുകര പൈനൂർ സ്വദേശിയായ മിഥുൻ കൃഷ്ണ. ചെറുപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ കൃഷ്ണ പെരിങ്ങോട്ടുകര പൈനൂർ സ്വദേശി വേളുവീട്ടിൽ രാജേഷ് മിനി ദമ്പതികളുടെ മകനാണ്. മിഥുൻ കൃഷ്ണയെ പൈനൂരിലെ വസതിയിലെത്തിയാണ് അനുമോദിച്ചത്. കോൺഗ്രസ് താന്നി മണ്ഡലം പ്രസിഡന്റ് ആന്റോ തുറയൻ മധുരം നൽകിയ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലെവലിൽ കേരള ടീം ചാമ്പ്യന്മാരായപ്പോൾ അതിന് നെടുനായകത്ത് വഹിച്ചാണ് മിഥുൻ കൃഷ്ണ. അപ്പോൾ ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ മിഥുൻ കൃഷ്ണയ്ക്ക് നേരെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് 19 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ ഇത് 39ാമത്തെ നാഷണൽ ഗെയിംസാണ്, നാഷണൽ മത്സരമാണ്. ഇപ്പോൾ അതും കാശ്മീരിൽ വെച്ചിട്ടാണ് നടന്നത്. ആ കാശ്മീരിൽ വെച്ച് നടന്നതിൽ നമ്മുടെ ഓൾ ഓവർ കേരളമാണ് എല്ലാത്തിലും വിൻ ചെയ്തിട്ടുള്ളതെങ്കിലും ഈ വിഭാഗത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പ്രാതിനിധ്യമുള്ള മിഥുൻ കൃഷ്ണയാണ് താരമായിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ അഭ്യന്തരങ്ങളും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഹൃദയപൂർവ്വം നേരുകയാണ്. ടോണി അധ്യക്ഷനായി. ബെന്നി തട്ടിൽ, അലി സക്കീർ, അസീസ് ഹനീഫ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. പുതുക്കാട് വളഞ്ഞൂപ്പാടത്ത് തെങ്ങ് കടപുഴകി നിർത്തിയിട്ട വാനിന് മുകളിൽ വീണു. വളഞ്ഞൂപ്പാടം പറപ്പുള്ളി ലാലുവിന്റെ വാനിന് മുകളിലാണ് തെങ്ങ് വീണത്. വാനിന് കേടുപാടുകൾ സംഭവിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ചിമ്മിനി ഡാമിൽ നിന്ന് പുതുക്കാട് സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ABC കേബിൾ പോസ്റ്റിൽ നിന്ന് പൊട്ടി വീണു. തെങ്ങ് വീണ് ഒരു വൈദ്യുത പോസ്റ്റ് തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തെങ്ങ് വീണ സമയത്ത് റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തെങ്ങ് മുറിച്ചുമാറ്റി. KSEB അധികൃതരും പഞ്ചായത്ത് അംഗങ്ങളായ സുനന്ദ ശശി, സജന ഷിബു എന്നിവരും സ്ഥലത്തെത്തി. പ്രദേശത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടം. ശനിയാഴ്ച പുലർച്ചെ 2:30 ഇരിങ്ങാലക്കുട നഗരസഭ വാർഡ് 38 പൊറത്തിശ്ശേരി പൊറത്തൂറുച്ചിറ ക്ഷേത്രത്തിന് സമീപത്തായി മിന്നൽ ചുഴലി ആഞ്ഞുവീശിയത്.
കനത്ത കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞു വീണും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വള്ളൂപ്പറമ്പിൽ രാമൻ എന്നയാളുടെ വീടിന്റെ മുകളിലായി സ്ഥാപിച്ചിരുന്ന ട്രസ് അപ്പാടെ പറന്നുപോയി. അടുത്തുള്ള വീട്ടുവളപ്പിലാണ് പതിച്ചത്. വാട്ടർ ടാങ്കും പാരപെറ്റുമെല്ലാം തകർന്നിട്ടുണ്ട്. മണപ്പെട്ടി കമല ബാലകൃഷ്ണന്റെ വീടിന് മുകളിലേക്ക് അടുത്ത വീട്ടിലെ മാവിന്റെ വലിയ കൊമ്പൊടിഞ്ഞു വീണ് ഓടിട്ട വീടിന്റെ അടുക്കളയും ഡൈനിങ് ഹാളും തകർന്നിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള ഈ മാവ് മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി പരാതി നൽകുന്നതായി വീട്ടുകാർ പറഞ്ഞു. പോട്ടയിൽ മുരളിയുടെ വീട്ടുവളപ്പിലെ മാവിന്റെ ചില്ല ഒടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണ് ട്രസ് വർക്കിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ജാതിമരങ്ങളും തേക്കുമരങ്ങളും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന കാറ്റിൽ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ചൊവ്വൂർ സ്വദേശി കക്കാട്ടിൽ വീട്ടിൽ രാമചന്ദ്രൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. തൈക്കാട്ടുശ്ശേരി തേമാലിപ്പാടം സ്വദേശി പോട്ടയിൽ വീട്ടിൽ ഗണേശൻ ഭാര്യ പ്രജിത നിര്യാതയായി. 60 വയസ്സായിരുന്നു. രേഷ്മ, ഗ്രീഷ്മ, രഗീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് വടൂക്കര ശ്രീനാരായണ സമാജം ശ്മശാനത്തിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതി അറസ്റ്റിൽ. പെരിഞ്ചേരി സ്വദേശി വലിയ വീട്ടിൽ അക്ഷയാണ് അറസ്റ്റിലായത്. ശക്തമായ കാറ്റിലും മഴയ്ക്കുമിടെ വല്ലച്ചിറ പകിരിപ്പാലത്ത് തെങ്ങ് കടപുഴകി വീണ് കോഴിക്കട തകർന്നു. വിൽപ്പനയ്ക്കായി കരുതിയിരുന്ന 10ഓളം കോഴികൾ ചത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഒരുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.